എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ വീട്ടിലായതുകൊണ്ട് തന്നെ കുറച്ച് വൈകിയൊക്കെയാണ് എഴുന്നേറ്റത്. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഉമ്മച്ചി ഇതേ റെഡി ആയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. ഇന്ന് ഉമ്മച്ചിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് കേട്ടോ. ഹോമിയോ ഡോക്ടറെ കാണണം, പിന്നെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതേ ഒരാൾ എഴുന്നേറ്റിട്ടില്ല, ഒരാൾ ഇതേ ഫോണിൽ കളിക്കേണ്ട കിടന്ന്, കുടിമോനും എഴുന്നേറ്റ് എൻ്റെ പുറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ഇന്നിപ്പോൾ പ്ലാൻ ചെയ്തത് പൂരിയാണ് കേട്ടോ. പൂരി ഉണ്ടാക്കുക, അതിന് സൈഡായിട്ട് ആദ്യം മുട്ടക്കറി ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചു. പിന്നെ പൊട്ടറ്റോ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് പൊട്ടറ്റോ കറിയും അതേപോലെ തന്നെ പൂരിയായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ പോണേക്ക് മുമ്പ് ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത്. കാരണം ചിലപ്പോൾ അവിടെ ചെല്ലണ സമയത്ത് തിരക്കുണ്ടെങ്കിൽ വൈകിയേ വരാൻ പറ്റുള്ളൂ. പിന്നെ വിശക്കൂലെന്ന് വെച്ചിട്ട് അത് അവർ കഴിച്ചിട്ട് പോയിട്ടാണ്. പിന്നെ പിള്ളേരൊക്കെ എഴുന്നേറ്റ് പല്ല് തേച്ച് മുറഴിക്കൊക്കെ വരുമ്പോഴേക്കും ഒരു നേരം ആവും. അപ്പോഴത്തേക്കും പതുക്കെ ആക്കിയാൽ മതിയല്ലോ. ഇപ്പം ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ പൊട്ടറ്റോ കറി റെഡിയാക്കി. പിന്നെ ഒരടപ്പിൽ അവൾ പാല് വെച്ചിട്ടുണ്ടായിരുന്നു, ചായ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് പാല് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരതൊക്കെ കഴിച്ച് വാപ്പിച്ച് ഉമ്മിച്ചും പിന്നെ സാധനങ്ങളും മേടിക്കാനുണ്ട്, വെളിച്ചെണ്ണയും അതൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അവർ റെഡിയായിട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ഉച്ചക്കാലത്തേക്കുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം കേട്ടോ. അപ്പോൾ ഉമ്മിച്ചി ഒരു സാമ്പാർ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഉള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കോവക്കയമേന്ന് 3-4 കോവക്ക പറിക്കാമല്ലോ എന്ന് വെച്ചിട്ട് പോയപ്പോൾ അതേ കൊച്ചും പുറകെ വരുന്നുണ്ട്. കിട്ടാ ഞാനും വരുന്നുണ്ട് കോവക്ക പറിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു 5-6 കോവക്ക അതുമേന്ന് മൂത്തത് നോക്കി പറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൊട്ടറ്റോ, തക്കാളി, ക്യാരറ്റ്, സവാള ഇത്രയൊക്കെ തന്നെ ഉണ്ടായുള്ളൂ കഷ്ണങ്ങളായിട്ട് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരുപാട് കഷ്ണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സാമ്പാറിന് പിന്നെ അത്രയൊക്കെ മതിയല്ല, എന്തെങ്കിലും ഇട്ടിട്ടൊന്ന് എന്ത് കാണിച്ചാലും സാമ്പാറാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ തട്ടിക്കൂട്ടി സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കോവക്കയൊക്കെ പറിച്ച് ഞങ്ങൾ രണ്ടുപേരും പോന്നു. പിന്നെ സൈഡായിട്ട് എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോഴാണ് ചീര കുറേ നിൽപ്പുണ്ട് ഫ്രണ്ടിൽ. അത് നമ്മൾ എപ്പോഴും വരുമ്പോഴും പറിച്ചാലും പിന്നെയും ഇങ്ങനെ തളർത്തുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് ചീരയും പറിക്കാമല്ലോ എന്ന് വെച്ച് കുടിമോനെ വിളിച്ചപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ അവൻ എന്നെ കളിയാക്കണ്ടേ, ഉമ്മയ്ക്കിപ്പോൾ എല്ലാത്തിനും വീഡിയോ ആണ് എന്നും പറഞ്ഞ് അവൻ എന്നെ കളിയാക്കിയിട്ടോ. ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടേ, നീ എനിക്ക് വീഡിയോ എടുത്തതാ, നീയോ വീഡിയോയിൽ വരില്ല, എന്നാൽ പിന്നെ ഞാനെങ്ങനെ ചെയ്യണത്, നിനക്കൊന്ന് സഹായിച്ചു തന്നൂടെ എന്നൊക്കെ പറഞ്ഞ് അവനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചേ. പിന്നെ ഇവിടെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കളയുടെ കിച്ചൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് അത് എപ്പോഴും വരുമ്പോൾ വിചാരിക്കുന്നു അടക്കി പറക്കിയൊക്കെ വെക്കണമെന്ന്. പിന്നെ ചില സമയത്ത് മടിയാകുമ്പോൾ ഞാൻ ചെയ്യൂല. പിന്നെ എനിക്കൊരു ഉഷാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ അത് അങ്ങോട്ട് ചെയ്തേക്കാം എന്ന് വെച്ചാൽ അവിടെയൊക്കെ സൈഡ് പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തൂത്ത് എല്ലാം റെഡിയാക്കി. പിന്നെ കുറേ പാത്രം കഴുകാനുണ്ടായി, കഞ്ഞിയൊക്കെ അടുപ്പത്തിട്ട് അങ്ങനെ അതൊക്കെ ശരിയാക്കി കേട്ടോ. അതൊക്കെ ഒന്നാമത്തെ കാര്യം ഇതിങ്ങനെ എല്ലാം മാറ്റിയിട്ട് ക്ലീൻ ചെയ്യണതാണ് മടി. പിന്നെ ഞാൻ വെച്ച് ഉമ്മിച്ച് ഞാൻ പോയാലും ഉമ്മിച്ച് അവളാണെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യണുണ്ട്, അവൾക്കും നേരമില്ല. അപ്പോൾ പിന്നെ എനിക്ക് വേറെ പണിയില്ലല്ലോ ഇവിടെ വരുമ്പോൾ, ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ പണി. അപ്പോൾ ഞാൻ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ഞാനതങ്ങനെ ചെയ്ത് അത് റെഡിയാക്കി വെച്ചിട്ടാണ്. പിന്നെ എന്താണ് ക്ലീൻ ചെയ്തപ്പോൾ എല്ലായിടവും ഞാൻ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനും പൊടിമോനും കൂടി ചീര പറിക്കാൻ പോയേ. ചീര അങ്ങനെ അവിടെ നിന്നൊക്കെ ഞാൻ വെട്ടിക്കണ്ടിച്ചൊക്കെ എടുത്തപ്പോൾ പൊടി പറയണ്ട ഇത്രയും ചീര എന്തിനാ ഉമ്മി, കുറച്ചവിടെ നിന്നോട്ടെ, എല്ലാം എടുക്കണ്ടാന്ന്. അപ്പം ഞാൻ പറയും ചീര ഒരു 2 കൈ നിറച്ച് പിടിയെടുത്താലും അത് നമ്മൾ കറി വെച്ച് വരുമ്പോൾ ഒരു ഇച്ചിരിക്കോളം ഉണ്ടാവുള്ളൂ പൊടിമോനെന്നും പറഞ്ഞിട്ട് ഞാൻ ഉണ്ടായതൊക്കെ എടുത്ത്. അതുമല്ല ഇങ്ങനെ കുറേ അങ്ങനെ കാട് പോലെ നിൽക്കുമ്പോൾ മുറ്റം കാട് പിടിച്ച പോലെ നിൽക്കും. ഇതിപ്പോൾ നമ്മൾ മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര മുറിച്ചെടുത്താലും അത് വേഗം തന്നെ പിന്നെയും കിളിർത്ത് വരും. അപ്പം അതുകൊണ്ട് അതിൽ വിഷമിക്കാനൊന്നുമില്ല. ഒരുവിധം നല്ല പച്ച ചീരയുണ്ട്, നല്ല ടേസ്റ്റാണ് ഇത് ഒലത്തി കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ ചീരയും പറിച്ച് ചീര വളർത്താനുള്ളതൊക്കെ റെഡിയാക്കി. പിന്നെ നോക്കിയപ്പോൾ വാപ്പിച്ച് പുറത്ത് വെട്ടി കളിച്ചുകൊണ്ടൊക്കെ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ വാപ്പിച്ചിനെ സഹായിക്കാമെന്ന് വെച്ചാൽ അങ്ങോട്ട് വന്ന് അത് വലിയ സഹായമൊന്നും ഉണ്ടായില്ല. ഒരു ഇച്ചിരി നേരം പുല്ല് പറിച്ചപ്പോൾ തന്നെ എനിക്ക് പറ്റാണ്ടായിട്ടാണ്. അപ്പോൾ ഞാൻ വേഗം അത് ഇട്ടിട്ട് പോന്നു. ബാക്കി വാപ്പിച്ച് തന്നെയാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുത്തത്. ആദ്യമൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു എല്ലാം, പക്ഷെ ഇപ്പം പറ്റണില്ല അങ്ങനെ ചെയ്യാനൊന്നും കേട്ടോ. കുറച്ച് ചെയ്തപ്പോൾ വാപ്പിച്ച് കൊണ്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനത് ഇട്ടിട്ട് ഞാനും പോന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇന്നത്തെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ തിരിച്ച് മുട്ടത്തിലേക്ക് പോകും. അപ്പോൾ 2 ദിവസം വെക്കേഷൻ കഴിയാറായില്ല, അപ്പോൾ 2 ദിവസം നിൽക്കാമെന്നുള്ള പ്രതീക്ഷയിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും